നമസ്കാരം. പത്തനംതിട്ടയിൽ ബി ജെ പിക്കായി മത്സരിക്കുന്ന മകൻ അനിൽ കെ ആൻ്റണി തോൽക്കണമെന്ന് തന്നെയാണ് എ കെ ആൻ്റണിക്ക്. ബി ജെ പിക്ക് ഇനി കേരളത്തിൽ സുവർണ്ണ കാലഘട്ടം ഉണ്ടാകില്ല എന്നാണ് ആൻ്റണി വിശദീകരിക്കുന്നത്. പതിവ് ശൈലികൾ വിട്ട് രാഷ്ട്രീയ എതിരാളികളെ കടന്നാക്രമിക്കുകയായിരുന്നു ആൻ്റണി കഴിഞ്ഞ ദിവസം. കോൺഗ്രസിനെ തള്ളിപ്പറയുന്നവരെ കടന്നാക്രമിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു. അതിനിടെ താൻ പത്തനംതിട്ടയിൽ ജയിക്കുമെന്നും കോൺഗ്രസ് തകരുമെന്നും ആൻ്റണിക്ക് മറുപടിയുമായിട്ട് അനിൽ കെ ആൻ്റണി പ്രതികരിക്കുകയും ചെയ്തു. എന്തൊരു വിരോധാഭാസം അല്ലേ! പത്തനംതിട്ടയിൽ പ്രചരണത്തിന് പോകില്ലെന്ന് ആൻ്റണി പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ബി ജെ പിയെയും അനിൽ കെ ആൻ്റണിയെയും കടന്നാക്രമിക്കുകയാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള എ കെ ആൻ്റണി. കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ബി ജെ പിക്കൊപ്പം ചേരുന്നത് തെറ്റ് എന്ന് എ കെ ആൻ്റണി പറയുന്നു. കുടുംബം വേറെ, രാഷ്ട്രീയം വേറെ എന്നാണ് തുടക്കം മുതൽ തൻ്റെ നിലപാട്. മക്കളെപ്പറ്റി എന്നെക്കൊണ്ട് അധികം പറയിപ്പിക്കരുത്, ആ ഭാഷ ശീലിച്ചിട്ടില്ല, താൻ പ്രചരണത്തിന് പോകാതെ തന്നെ പത്തനംതിട്ടയിൽ ആൻ്റണി വൻഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും അനിൽ ആൻ്റണി തോൽക്കുമെന്നും പറയുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകാത്തത് ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുമ്പോഴും ബി ജെ പിയുടെ സുവർണകാലം കഴിഞ്ഞു എന്നും ഇനി അതില്ല എന്നും സുവർണകാലം എന്ന് പറയപ്പെടുന്ന ശബരിമല പ്രശ്നമുണ്ടായ കാലത്താണ് എന്നും അത് കഴിഞ്ഞ കാര്യമാണ് എന്നും ആൻ്റണി ഓർത്തു പറയുന്നു. ഇപ്പോൾ നടക്കാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പല്ല. ഇന്ത്യ അടുത്ത 5 വർഷം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു വലിയ തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ്, ഡു ഓർ ഡൈ. ഇന്ത്യയെ വീണ്ടെടുക്കുവാനുള്ള തിരഞ്ഞെടുപ്പാണ് ഇത് എന്നും ഇന്ത്യയെ സംരക്ഷിക്കുവാനുള്ള തിരഞ്ഞെടുപ്പാണ് ഇത് എന്നും ഇന്ത്യ എന്ന ആശയത്തെ ഞെക്കി ഞെരുക്കി ഇല്ലാതാക്കാനാണ് ഇവിടെ ശ്രമം നടക്കുന്നത് എന്നും ബി ജെ പി ഭരണം അവസാനിപ്പിക്കണമെന്നും RSSൻ്റെ പിൻസീറ്റ് ഡ്രൈവ് അവസാനിപ്പിക്കണമെന്നും ഭരണഘടനാ മൂല്യങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കപ്പെടാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇത് എന്നും മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടനയും ജനാധിപത്യവും അട്ടിമറിക്കപ്പെടുമെന്നുമൊക്കെ ആൻ്റണി വാതോരാതെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ബി ജെ പി സ്ഥാനാർത്ഥിയും തൻ്റെ മകനുമായിട്ടുള്ള അനിൽ ആൻ്റണി തോൽക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. മാത്രമല്ല, അനിൽ ആൻ്റണി എന്ന് പറയപ്പെടുന്നത് പത്തനംതിട്ടയിൽ ആൻ്റണി ജയിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ട വ്യക്തിത്വമാണെന്നും തൻ്റെ മതം കോൺഗ്രസ് ആണെന്നും ആൻ്റണി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിലെ പറയുകയുണ്ടായി. ഏത് മക്കളും മോദിയോടൊപ്പം ചേരുന്നത് തെറ്റാണെന്ന് തന്നെ ആൻ്റണി പറഞ്ഞു വെക്കുന്നു. മറ്റു മക്കളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നും മക്കളെക്കുറിച്ച് തന്നെക്കൊണ്ട് അധികം പറയിപ്പിക്കരുത് എന്നുകൂടി ആ ഭാഷ താൻ ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ട്, അത് തൻ്റെ സംസ്കാരമല്ലാത്തതുകൊണ്ട് താനത് പറയുന്നില്ല എന്ന് ആൻ്റണി പറഞ്ഞു വെക്കുന്നു. മറ്റുള്ള ചോദ്യങ്ങൾക്ക് ഇത്രയൊക്കെ മതിയെന്നായിരുന്നു ആൻ്റണിയുടെ പ്രതികരണവും. അതാണല്ലോ ശീലവും, അങ്ങനെയാണല്ലോ ആൻ്റണി. കേരളത്തിൻ്റെ സമഗ്ര മേഖലയും തകർത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നും വനമേഖലയിലെ ജനങ്ങൾ ഓടിപ്പോകട്ടെ എന്ന ദുഷ്ടലാക്കുണ്ടോ സർക്കാരിനെ എന്ന് പോലും സംശയിക്കുന്നുണ്ട് എന്നും പരമ്പരാഗത മേഖലയാകെ തകർന്നു, തീരദേശ ജീവിതം ദുസ്സഹമായി, ജീവിക്കാൻ വഴിയില്ലാതെ റഷ്യയിൽ യുദ്ധം ചെയ്യാൻ വരെ യുവാക്കൾ പോകുന്ന സാഹചര്യം, പ്രതീക്ഷ നശിച്ച് കേരളത്തിൽ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിയുന്നു. എന്നിട്ടും മുഖ്യമന്ത്രി എന്തു ചെയ്യുന്നു? ഇങ്ങനെ പോയാൽ കേരളം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മാത്രം നാടായി മാറുന്നൊരു കാലം അതിവിദൂരമല്ല. കേന്ദ്രത്തിൽ ബി ജെ പിക്കെതിരെയും കേരളത്തിൽ പിണറായിയുടെ ദുർഭരണത്തിനെതിരെയും വിധി എഴുതണമെന്നാണ് എ കെ ആൻ്റണി വോട്ടർമാരോട് അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം. ബി ജെ പിക്ക് കേരളത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറയും, 20 സീറ്റിലും അവർ 3-ാം സ്ഥാനത്തേക്കായിരിക്കുമെന്ന് ആൻ്റണി പറയുന്നു. കേരളത്തിൽ ബോധപൂർവം മതസ്പർദ്ധ വളർത്താൻ വേണ്ടിയിട്ടാണ് കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ആ കെണിയിൽ വീഴരുതേ എന്നാണ് തൻ്റെ അഭ്യർത്ഥന എന്നുകൂടി എ കെ ആൻ്റണി പറഞ്ഞു വെക്കുന്നു. ബി ജെ പിയുടെ കെണിയാണ് ഇത് എന്നുകൂടി അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നു. SDPI പിന്തുണയെ സംബന്ധിച്ച് KPCC പ്രസിഡന്റ് നിലപാട് പറഞ്ഞതിനപ്പുറമൊന്നും പറയാനില്ല എന്നും അധ്യക്ഷൻ പറയുന്നതാണ് പാർട്ടിയുടെ അന്തിമ നിലപാടെന്നുമൊക്കെ ആൻ്റണി പറഞ്ഞു ഓർമ്മപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ, അതേസമയം എനിക്ക് വളരെ ബഹുമാനമുള്ള വ്യക്തിയാണ് എ കെ ആൻ്റണി എന്നും 84 വയസ്സായി അദ്ദേഹത്തിനെന്നും, പക്ഷേ ഇന്നും രാഷ്ട്രവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗാന്ധി കുടുംബത്തിന് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നും പഴയ പ്രതിരോധ മന്ത്രിയായ അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തെയും സൈനികരെയും അവഹേളിച്ച പാകിസ്ഥാൻ്റെ തീവ്രവാദ ശ്രമങ്ങളെ വെള്ളപൂശാൻ ശ്രമിച്ച രാജ്യവിരുദ്ധനായ ചതിയനായ ഒരു MP വേണ്ടി സംസാരിച്ചു കാണുമ്പോൾ തനിക്ക് വിഷമമാണ് തോന്നിയത് എന്നും രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ ജനം 3-ാം തവണയും ചവറ്റുകൊട്ടയിൽ എറിയുമെന്നും നരേന്ദ്രമോദി 3-ാം തവണയും പ്രധാനമന്ത്രിയാകുമെന്നും ഇതെല്ലാം കണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ കാലഹരണപ്പെട്ടവരും രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരുമായി മാത്രം മാറുന്ന കോൺഗ്രസ്സായി മാറുന്നു അണികളെന്ന് പറയേണ്ടി വരും. കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ല. കോൺഗ്രസ് പാർട്ടി ഇന്ന് വെറും ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാജ്യവിരുദ്ധ പാർട്ടിയായി മാറുന്നു. അതിനെ രാഹുൽ ഗാന്ധി വളർത്തി പാതാളത്തിലെത്തിച്ചിരിക്കുന്നു. 15 വർഷമായി പത്തനംതിട്ട മണ്ഡലത്തിൽ ഒരൊറ്റ തരത്തിലുള്ള വികസനം നടന്നിട്ടില്ല എന്ന് ആൻ്റണി ചില തീവ്രവാദ ചിന്താഗതികളുള്ള മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി മാത്രം ഇന്ത്യയെ തള്ളിപ്പറഞ്ഞുവെന്നും ഇന്ത്യൻ സൈന്യത്തെ അപമാനിച്ചുവെന്നും പാകിസ്ഥാൻ്റെ തീവ്രവാദ ശ്രമങ്ങളെ വെള്ളപൂശിയെന്നും ഇതുപോലുള്ള രാജ്യവിരുദ്ധ നയങ്ങൾ പിന്നെയും എടുക്കുന്നതിനാലാണ് ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് കോൺഗ്രസിനെ ഇന്ത്യൻ ജനത ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞത് എന്നും അനിൽ കെ ആൻ്റണി വ്യക്തമാക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദി നയിക്കുന്ന BJP 370-ലധികം സീറ്റുകളോട് വിജയിക്കും.
400-ലധികം സീറ്റുകൾ NDAക്ക് ലഭിക്കും. ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ലഭിക്കില്ല. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി തന്നെ വിജയിക്കുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്നു. രാജ്യവിരുദ്ധനായ തീവ്രവാദികളെ പിന്തുണച്ച ആന്റണി വലിയ വോട്ടിന് പരാജയപ്പെടുമെന്നും കൂടുതൽ തീവ്രവാദം ഉണ്ടാക്കാനാണോ കോൺഗ്രസ് ജയിക്കേണ്ടതെന്ന് പറയേണ്ടതുണ്ടെന്നും ആ നാട്ടുകാരോടും ഒപ്പം തന്നെ ജനങ്ങളോടും ചോദിക്കേണ്ടി വരുന്നു. ഞാനിന്ന് നരേന്ദ്രമോദി നയിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയാണ്, ദേശീയ വക്താവാണ്, ദേശീയ മാനിഫെസ്റ്റോ കമ്മിറ്റിയിലിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ഞാൻ യാതൊരു പ്രസക്തിയുമില്ലാത്ത കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചു പോകുമെന്ന് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ തോന്നുന്നുണ്ടോ എന്ന് അനിൽ ആന്റണി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. AK ആന്റണിക്കെതിരെയുള്ള മറുപടിയാണ് ഇത് എന്ന് പറയേണ്ടി വരും. 84 വയസ്സുകാരനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് മൗനിയായിരിക്കുന്നതാണ് നല്ലത് എന്നും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അനിൽ ആന്റണി നൽകുന്നത് എന്ന് പറയേണ്ടി വരും. ഇനി മൗന വ്രതത്തോടുകൂടി മുന്നോട്ട് പോകാം കോൺഗ്രസ്സുകാരനായിട്ടുള്ള അച്ഛന്. ഞാൻ നയിക്കാം ഇനി പത്തനംതിട്ടയിൽ, ഞാൻ വിജയിക്കും ഈ മണ്ഡലത്തിൽ എന്നുള്ള ഉറപ്പ് അനിൽ ആന്റണി മുന്നോട്ട് വെക്കുന്നു. പക്ഷേ AK ആന്റണി എന്ന പരിണിതപ്രജ്ഞനായ നേതാവാണ്, അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന വാദമാണ് അനിൽ ആന്റണി എന്ന് പറയപ്പെടുന്ന തൻ്റെ മകൻ പത്തനംതിട്ടയിൽ പരാജയപ്പെടുമെന്നുള്ള, അല്ലെങ്കിൽ പരാജയപ്പെടുത്തണമെന്ന് പറയപ്പെടുന്നത്. ഇത് അച്ഛനും മകനും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ നാടകമാണോ എന്ന് മറ്റുള്ളവർ ചിന്തിച്ചാൽ അതിനെ തെറ്റ് പറയാൻ കഴിയില്ല. ഒരു മകനെയും ശപിക്കുവാനുള്ള മനസ്സ് ഒരച്ഛനും ഈ നാട്ടിൽ ഉണ്ടാകില്ല എന്ന് പറയട്ടെ. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസ്സുകാരനായ അച്ഛൻ ചിലപ്പോൾ മനസ്സുകൊണ്ട് BJPക്കാരനായ മകന് വിജയാശംസകൾ നേർന്നു കാണുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പത്തനംതിട്ടയിൽ വിരിയാൻ പോകുന്ന താമരയ്ക്ക് ഒരച്ഛൻ്റെ AK ആന്റണി എന്ന കോൺഗ്രസ്സുകാരൻ്റെ വല്ലാത്ത മൗനമായിട്ടുള്ള ആശംസയുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം.